ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ ചപ്പാത്തി, പൂരി, ദോശ, അപ്പം ഇതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നന്നായിട്ടൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചോറിനും കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിനെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം മതി. ഒത്തിരി വെള്ളം ആയിപ്പോയാൽ ഇതങ്ങ് ലൂസായി പോകും. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ഹാർഡായി പോവുകയും വേണ്ട, വെള്ളമാക്കി എടുക്കുകയും വേണ്ട. നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇതേ പരുവത്തിൽ ഇതങ്ങ് മാറ്റി വയ്ക്കാം. മീഡിയം സൈസിലെ 2 സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ 2 സവാളയും ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സവാള കട്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇത് കുറച്ച് നേരം ഒന്ന് വഴണ്ട് വരുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർക്കാം. തക്കാളി നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി പൊടി. ഈ മസാലകൾ ഉള്ളിയിൽ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില, മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി തയ്യാറാക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരുന്ന കടല മാവിൻ്റെ മിക്സ് എടുക്കാം. ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്തിരി അങ്ങ് മൊരിഞ്ഞു പോകരുത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം.
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിനി വറുത്ത് വെച്ചിരുന്ന പീസുകൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒക്കെ നോക്കണം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.